ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 25 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇത് നമുക്ക് 26-ാമത്തെ ശ്ലോകം നോക്കാം. മുക്തസംഗോ അനഹം വാദീ ധൃതിയുത്സാഹസമന്വിത സിദ്ധ്യസിദ്ധ്യോർനിർവികാര കർത്താ സാത്വിക ഉച്യതേ. മുക്തസംഗ, സംഘത്തിൽ നിന്നും മുക്തനായവൻ, അതായത് നിസ്സംഗനായവനും, അനഹംവാദി നിരഹങ്കാരനും, ധൃതി ഉത്സാഹ സമന്വിത ധൈര്യവും ഉത്സാഹവും ഉള്ളവനും, സിദ്ധി അസിദ്ധിയോർ നിർവികാര ലാഭനഷ്ടങ്ങളിൽ നിർവികാരനുമായ, കർത്താഹ കർത്താവ് അഥവാ കർമ്മം ചെയ്യുന്ന വ്യക്തി, സാത്വിക ഉച്യതേ സാത്വികൻ എന്ന് പറയപ്പെടുന്നു. നിസ്സംഗനും നിരഹങ്കാരനും ധൈര്യവും ഉത്സാഹവും ഉള്ളവനും ലാഭനഷ്ടങ്ങളിൽ നിർവികാരനുമായ കർത്താവ് സാത്വികൻ എന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ജ്ഞാനം, കർമ്മം ഇവയുടെ സത്വ, രജ, തമോ ഭാവങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഇനിയുള്ള 3 ശ്ലോകങ്ങൾ കർത്താവിനെ പറ്റിയാണ് പറയുന്നത്. അതായത് കർമ്മം ചെയ്യുന്ന വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. അതിൽ സാത്വികനാര്, രാജസികനാര്, താമസികനാര്. അതിൽ സാത്വികനായ കർത്താവിൻ്റെ വിശേഷണമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഒന്നിനോടും സംഘമില്ലാത്തവനും, അതായത് ഒട്ടിച്ചേരൽ ഇല്ലാത്തവനും, നിസ്സംഗനായവനും, അഹങ്കാരമില്ലാത്തവനും, അതായത് ഞാനെന്ന ഭാവം, എല്ലാം ഞാൻ ചെയ്യുന്നു എന്ന ഭാവം ഇല്ലാത്തവനും, സ്ഥിരനിശ്ചയവും ഉത്സാഹവും ഉള്ളവനും, ഉദാസീനനല്ല, ഉത്സാഹഭരിതനാണ് കർമ്മങ്ങൾ ചെയ്യുവാൻ, സ്ഥിരനിശ്ചയവുമുണ്ട്. അങ്ങനെയുള്ള സ്ഥിരനിശ്ചയവും ഉത്സാഹമുള്ളവനും, ജയാപജയങ്ങളിലും ലാഭനഷ്ടങ്ങളിലും അക്ഷോഭ്യനായി വർത്തിക്കുന്നവനും ആയ വ്യക്തി സാത്വികൻ എന്ന് കരുതപ്പെടുന്നു. തൻ്റെ കർമ്മങ്ങളുടെ ഫലത്തെക്കുറിച്ച് അയാൾക്ക് ഉത്കണ്ഠയില്ല. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന എന്ന തത്വം അനുസരിച്ച് കർമ്മം ചെയ്യുക എന്നത് മാത്രമാണ് അയാളുടെ ഉത്തരവാദിത്വം. ഫലത്തെപ്പറ്റി അദ്ദേഹം ഉത്കണ്ഠ ഇല്ലാത്തവനായിരിക്കും. മിഥ്യ അഹങ്കാരത്തിനും ദുരഭിമാനത്തിനും അതീതനായിരിക്കും. എങ്കിലും തൻ്റെ കർമ്മങ്ങളിൽ ഉത്സാഹഭരിതനായിരിക്കും, ഒരിക്കലും ഉദാസീനനാകില്ല. അതിന് വേണ്ടി വരുന്ന ക്ലേശങ്ങൾ അയാളെ അധൈര്യവാനുമാക്കില്ല. സുഖവും ദുഃഖവും ലാഭവും നഷ്ടവുമെല്ലാം ഒരേ മനസ്സോടെ ഉൾക്കൊള്ളുന്നവനായിരിക്കും. ഇപ്രകാരം കർമ്മങ്ങളെ തൻ്റെ കർത്തവ്യമെന്ന് കരുതി അനുഷ്ഠിക്കുന്നവൻ സാത്വികനാകുന്നു. ഇതാണ് സാത്വികനായ വ്യക്തിയെക്കുറിച്ച്, കർമ്മം ചെയ്യുന്ന ആ കർത്താവിനെക്കുറിച്ച് ആണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.